ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഇത്രയും കാലം കലാലോകത്തിന് നൽകിയ മുഴുവൻ സംഭാവനകളും മടന്ന് കടന്നാക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ. ആ ഒരൊറ്റ സിനിമയുടെ പേരിൽ രാജ്യം നേരിടുന്ന വലിയൊരു തീവ്രവാദി ആക്രമണത്തിനെ പോലും അപലപിക്കാൻ അർഹതയില്ലാത്ത വണ്ണം വലിയ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് അദ്ദേഹം നേരിട്ടത്. രാജ്യദ്രോഹി എന്ന മുദ്ര കുത്തിക്കൊണ്ട് BJP പ്രവർത്തകർ നടത്തുന്ന കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിന് കേരളം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര നടൻ പോലും പാത്രമാകുമ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതം BJP RSS ഭരണത്തിന് കീഴിൽ എന്തായിരിക്കുമെന്ന് ഓരോ മനുഷ്യരും വിലയിരുത്തേണ്ടതുണ്ട്. മോഹൻലാലിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി RSS മുഖപത്രമായ ഓർഗനൈസർ രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് ആരോപിച്ചാണ് മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ താരത്തിനെതിരായ വിമർശനം. നേരത്തെ എമ്പുരാൻ വിവാദ സമയത്തും മോഹൻലാലിനെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു. ചർച്ചയായതിന് പിന്നാലെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചിട്ടുണ്ട്. ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമം പരിപാടിയിൽ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ആദരിച്ചിരുന്നു. ഇതാണ് RSSന് വിമർശനത്തിന് ഇടയാക്കിയത്. മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമല്ല, ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്നാണ് ഓർഗനൈസറിൽ പ്രതിപാദിക്കുന്നത്. യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ താരത്തെയും ആദരിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര താരവും ടെറിട്ടോറിയൽ ആർമിയിലെ ഓണററി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ അവർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നാണ് പത്രം പറയുന്നത്. മോഹൻലാലിന്റെ ഈ പങ്കാളിത്തം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രപരമായ അജണ്ടയുടെ ഭാഗമാണെന്നും ആരോപണമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായിരുന്ന ഈ സന്ദർഭത്തിൽ മോഹൻലാലിന്റെ തീരുമാനം ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്ന് പോലും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എമ്പുരാൻ റിലീസ് ചെയ്തതിന് പിന്നാലെയും ഓർഗനൈസർ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ദേശവിരുദ്ധവും ക്രിസ്തീയ വിരുദ്ധവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു ആരോപണം. സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ചേർന്ന് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തെറ്റായി ചിത്രീകരിച്ചുവെന്നും ഓർഗനൈസർ ലേഖനത്തിലൂടെ ആരോപിച്ചിരുന്നു. സിനിമയിൽ ഇറാഖിലെ ഏക ക്രിസ്ത്യൻ നഗരമായ കാരഘോഷിനെ വിമർശിക്കുന്നുണ്ടെന്നും ICS തകർത്ത ഈ നഗരം ക്രൂരമായ കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിച്ചതായും ലേഖനം ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആശങ്കകളെ പ്രതിനിധീകരിച്ചാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ലേഖനം പറഞ്ഞു. വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്ന സിനിമയാണ് എമ്പുരാനെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ ദുരന്തങ്ങളുടെ രാജാവായി ചിത്രീകരിക്കുകയാണ് ചിത്രമെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു. പറഞ്ഞു BJP പ്രവർത്തകർ മോഹൻലാലിനെ കൂടി തീവ്രവാദിയാക്കി മാറ്റുകയാണ്. ഇനി ഇന്ത്യയിൽ നടന്ന മുഴുവൻ തീവ്രവാദി ആക്രമണങ്ങളുടെയും സൂത്രധാരൻ മോഹൻലാലാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുമോ എന്ന് കണ്ടറിയണം. എമ്പുരാൻ സിനിമയുടെ റിലീസും അതിനുശേഷം ഉണ്ടായ കോലാഹലങ്ങളും എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞതാണ്. ഹിന്ദു സംഘടനകൾക്ക് താല്പര്യമുള്ള രീതിയിൽ അതിലെ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത ശേഷം സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുകയും ചെയ്തു. റിലീസ് പോലും കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് രാഷ്ട്രീയ ലാഭവും മതലാഭവും മുൻനിർത്തി തന്നെയാണ് എന്ന് പറയാതെ വയ്ക്കാം.